Hi dear aspirants, once again welcome to TOS Academy. Kerala Vocational Higher Secondary Educationലെ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ മാത്തമാറ്റിക്സ് ജൂനിയർ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു. ജൂലൈ 19 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുമെന്ന് കരുതുന്നു. കൺഫർമേഷൻ വൈകാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 4-5 മാസത്തിനുള്ളിൽ എക്സാമും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം? നന്നായി പോകുന്നോ? ഇല്ലെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. ടോസ് അക്കാഡമിയിൽ VHSC മാത്തമാറ്റിക്സിന്റെ കോച്ചിങ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പ് മുഖേന റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആണ് നമുക്കുള്ളത്. റെക്കോർഡഡ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന ഏത് ടൈമിലും ക്ലാസ്സുകൾ കാണാവുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽസ് PDF ആയി തന്നെ നമ്മുടെ ബാച്ചിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. PDF ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും സെൻഡ് ചെയ്ത് തരും. ഓരോ ക്ലാസ്സിന് ശേഷം എക്സസൈസ് പ്രോബ്ലംസ്, മന്ത്ലി അസൈൻമെന്റ്സ്, വീക്ക്ലി മോക്ക് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, റിവിഷൻ ടെസ്റ്റ് ഇവയെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഫൈനൽ മോഡൽ എക്സാമും നമ്മൾ നടത്തുന്നതായിരിക്കും. ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരവുമുണ്ട്. നിങ്ങൾക്ക് ഏത് പോർഷനാണോ ഡൗട്ട് വരുന്നത് കറസ്പോണ്ടിങ് ടീച്ചറുമായിട്ട് വാട്സപ്പിലൂടെ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ആണ് നമുക്കുള്ളത്. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫീ പേ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് 7510155485 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ടോസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് VHSC മാത്തമാറ്റിക്സിൻ്റെ എക്സാമിന് ചോദിക്കാവുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം തന്നെ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഡെഫിനേഷൻ ഓഫ് ഗ്രൂപ്പ് ആൻഡ് സബ് ഗ്രൂപ്പ്, അബീലിയൻ ഗ്രൂപ്പ് ആൻഡ് സൈക്ലിക് ഗ്രൂപ്പ്, ഗ്രൂപ്പ് ഹോമോമോർഫിസം, ഇൻ്റഗ്രൽ ഡൊമൈൻ, മാക്സിമൽ ആൻഡ് പ്രൈം ഐഡിയൽസ്. അപ്പോൾ നമ്മൾ VHSC എക്സാമിൻ്റെ ആയിക്കോട്ടെ HSST എക്സാമിൻ്റെ ആയിക്കോട്ടെ മാത്സിൻ്റെ എക്സാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഏരിയയിൽ നിന്ന് മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് G be a group with binary operation star defined by A star B equal to A plus 2B minus 3 for all AB belong to G. Then inverse of the element C belong to G is. Option A 2C plus 9 by 4. Option B 9 minus 2C by 4. Option C C minus 3 by 4. Option D C plus 2 by 4. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലെ ഇൻവേഴ്സ് C എന്ന് പറയുന്ന ഈ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സപ്പോസ് E ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് E എന്ന് വിചാരിക്കുക. ദെൻ A star E equal to A for all A belong to G. ഓക്കെ, അതായത് ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ എന്താ വന്നിട്ടുള്ളത്? A star B is equal to A plus 2B minus 3. That is first element plus 2 into second element minus 3. Okay. So by the definition we can write A star E. A plus 2E minus 3. Then RHS A. Okay. That is A plus 2E minus 3 equal to A. This implies നമുക്ക് ഈ എയും ഈ എയും ക്യാൻസൽ ചെയ്ത് കളയാം. Okay. We get 2E minus 3 is equal to 0. That is 2E equal to 3 implies E is equal to 3 by 2. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ത് കിട്ടി? 3 by 2 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. Then only we have to find the inverse of C. Suppose that C dash is the inverse of C. Then by definition എങ്ങനെയാണ്? C
C star C dash equal to identity element that is equal to C dash C. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ C star C dash equal to നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എഴുതി. This implies then again definition apply ചെയ്യുക. C plus 2C dash minus 3 is equal to 3/2. Okay, that is C plus 2C dash equal to 3/2 plus 3, that is equal to ഈ ടേം നമുക്ക് 9/3 കിട്ടും. This implies 2C dash equal to 9/2 minus C, that is equal to 9 minus 2C/2. Then C dash is 2 താഴേക്ക് കൊണ്ടുവരാം, 9 minus 2C/4. ഓക്കെ, ഇപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 9 minus 2C/4. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Let G be a group of order n, then G is cyclic if n is. ഓക്കെ, അതായത് നമുക്ക് ഗ്രൂപ്പിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. ജി സൈക്ലിക് ആകുന്നത് ഏത് n ആകുമ്പോൾ, ഏത് ഓർഡർ ആകുമ്പോഴാണ് സൈക്ലിക് ആകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതാണ് ഓർഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. G is a group and order of G equal to P, where P is a prime number implies G is cyclic. അതായത് പ്രൈം ഓർഡറിലുള്ള ഏതൊരു ഗ്രൂപ്പും സൈക്ലിക് ആയിരിക്കും. നെക്സ്റ്റ് റിസൾട്ട്, let order of G is equal to PQ, where P less than Q and P and Q are prime numbers. Okay, if P does not divide Q minus 1, then G is isomorphic to ZPQ. ഓക്കെ, പി എന്ന് പറയുന്നത് ക്യൂ മൈനസ് 1 ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ജി ആരോട് ഐസോമോർഫിക് ആയിരിക്കും? സെഡ് പി ക്യൂനോട് ഐസോമോർഫിക് ആയിരിക്കും. സെഡ് എന്നുകളെല്ലാം ഏതൊരു എൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും സെഡ് എൻ എല്ലാം എന്താണ്? സൈക്ലിക് ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഹിയർ ഫസ്റ്റ് ഓപ്ഷൻ എ is equal to 50, അതായത് ഓർഡർ ഓഫ് ജി is equal to 50. 15 നമുക്ക് എങ്ങനെ എഴുതാം? 15 is equal to 3 into 5. Here 3 is less than 5 and 3 and 5 are prime numbers. Okay, that is P is equal to 3 and Q equal to 5 ആണ്. ഇനി Q minus 1 എന്താണ്? Q minus 1 equal to 5 minus 1, that is 4. Okay, 3 does not divide, ആര് ഡിവൈഡ് ചെയ്യുന്നില്ല? 4 ഡിവൈഡ് ചെയ്യുന്നില്ല. സോ ജി ഈസ് ഐസോമോർഫിക് ടു, നമുക്ക് ആരാന്ന് പറയാം? ജി ഈസ് ഐസോമോർഫിക് ടു Z15 ആണ്. അപ്പോൾ 15 ഓർഡറിലുള്ള ഗ്രൂപ്പ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും? സൈക്ലിക് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു റൈറ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻസ് വരുവാണെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി 21. 21 can be written as 21 equal to 21 equal to 3 into 7. Okay, here P is 3 and Q is 7, then Q minus 1. Q minus 1 equal to 6. But P എന്ന് പറയുന്നത് 3 ആണ്. 3 ആരെ ഡിവൈഡ് ചെയ്യും? 6 ഡിവൈഡ് ചെയ്യും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കത് സൈക്ലിക് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. ആ ഡിവൈഡ് ചെയ്യുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ്, പി ക്യു ഓർഡറിലുള്ള ഒരു നോൺ അബേലിയൻ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39. ഇവിടെ 39 നമുക്ക് 3 into 13 എന്ന് എഴുതാൻ പറ്റും, അല്ലേ? പി എന്ന് പറയുന്നത് 3ഉം ക്യൂ 13ഉം ആണ്. അപ്പോൾ ക്യൂ മൈനസ് 1 നമുക്ക് 12 കിട്ടും. 3 വെച്ച് 12 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ ഓർഡറിലുള്ള എന്തുണ്ടാവില്ല? 39 ഓർഡറിലുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൈക്ലിക് ആയിരിക്കില്ല. ഓക്കെ, അടുത്തത് ഓർഡർ 55. 55നെ നമുക്ക് 5 into 11 എന്ന് എഴുതാം. ഓക്കെ, ഹിയർ പി is equal to 5 and Q equal to 11. Q minus 1 is 10 and 5 divides 10. So 55 ഓർഡറുള്ള ഗ്രൂപ്പ് സൈക്ലിക് ആകില്ല. സോ ഈ ഓപ്ഷനും എന്താണ്? തെറ്റാണ്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
The number of abelian group of order 36 up to isomorphism is. അപ്പോൾ ഇവിടെ ഇതിനെ പറ്റിയ ഒരു റിസൾട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെറ്റ് ഓർഡർ ഓഫ് G is equal to n and n can be written as, അതായത് ഇതിനെ ഇവിടെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തേക്കുക. ദാറ്റ് ഈസ് p1 പവർ n1, p2 പവർ n2, etc. pr പവർ nr, where pi's are prime numbers. Then the number of abelian group of order up to isomorphism is equal to partition of n1 into partition of n2, etc. into partition of n. അപ്പോൾ നമുക്ക് ഈ 36നെ ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പവേഴ്സിൻ്റെ പാർട്ടീഷൻ നോക്കണം. പവേഴ്സ് എന്ന് പറയുന്നത് 2 and 2 ആണ് ഇവിടെ. അപ്പോൾ പാർട്ടീഷൻ ഓഫ് 2 ഇൻറ്റു പാർട്ടീഷൻ ഓഫ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2. ഓക്കെ, 2ൻ്റെ പാർട്ടീഷൻ 2 ആണ്. ഓക്കെ, 2 ഇൻറ്റു 2 ഈക്വൽ ടു 4 കിട്ടും. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Consider the statement number of homomorphism from set 10 to set 25 is 5. Number of homomorphism from set 100 to set 92 is 4. Number of homomorphism from set 16 to set 19 is 2. Number of non-trivial homomorphisms from set 13 to set 19 is 1. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്പർ ഓഫ് ഹോമോമോർഫിസം ഫ്രം Zn to Zm എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ദിസ് ഈസ് ഈക്വൽ ടു GCD ഓഫ് n and m. ഓക്കെ, GCD ഓഫ് n and m. അപ്പോൾ ദ നമ്പർ ഓഫ് ഹോമോമോർഫിസം ഫ്രം Z10 to Z15 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? GCD ഓഫ് 10 and 25 കണ്ടുപിടിക്കുക. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 5 ആണ്. സോ ഈ ഓപ്ഷൻ ട്രൂ ആണ്. ഇനി അടുത്തത് ദ നമ്പർ ഓഫ് ഹോമോമോർഫിസം ഫ്രം സെറ്റ് 100 ടു സെറ്റ് 92. 100നെയും 92നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കോമൺ ഡിവൈസർ അല്ലേ, കോമൺ നമ്പർ അതാരാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 തന്നെയാണ് അല്ലേ. therefore ഈ ഓപ്ഷനും ട്രൂ ആണ്. നെക്സ്റ്റ് നമ്പർ ഓഫ് ഹോമോമോർഫിസം ഫ്രം സെറ്റ് 16 ടു സെറ്റ് 90. അത് GCD ഓഫ് 16 and 19 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദ നമ്പർ ഓഫ് നോൺ ട്രിവിയൽ ഹോമോമോർഫിസം ഫ്രം സെറ്റ് 13 ടു 19. അപ്പോൾ 13 എന്ന് പറയുന്നതും 19ൻ്റെയും GCD എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഹോമോമോർഫിസം ആണ് നമുക്ക് GCD n and m എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോൺ ട്രിവിയൽ കണ്ടുപിടിക്കാനായിട്ട് ആകെ ഒരു ട്രിവിയൽ ഹോമോമോർഫിസം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോൺ ട്രിവിയൽ കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് GCDയിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 13ൻ്റെയും 19ൻ്റെയും GCD 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? നമ്പർ ഓഫ് നോൺ ട്രിവിയൽ ഹോമോമോർഫിസം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 4ഉം തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 4ഉം തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഓപ്ഷൻ എ ഇവിടെ തെറ്റാണ്. ഓപ്ഷൻ ബി 1 and 2 ആർ ട്രൂ. ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഈ ഓപ്ഷനാണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ഓപ്ഷൻ എ, ഇഫ് R is an integral domain and I is an ideal, then R by I is also an integral domain. Option B, if R is a finite commutative ring with unity, then every maximal ideal is a prime ideal. Option C, ideal generated by 2 plus 2i is not a prime ideal in Z of I. Option D, set 5 of I is not an integral domain. Okay, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. അത് നമുക്കിവിടെ നോക്കണം, നോട്ട് ട്രൂ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണം ആൻസർ എഴുതാനായിട്ട്. R ഒരു ഇൻ്റഗ്രൽ ഡൊമൈനാണ്, I ഒരു ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ R by I is also integral domain എന്നാണ് പറഞ്ഞേക്കുന്നത്. If we take R equal to Z and I equal to 4Z, then R by I എന്താ വരിക? R by I is isomorphic to, this is equal to Z by 4Z. This is always isomorphic to Z4. കാരണം എന്താ? Z by
z by nz is isomorphic to znനോട് ഐസോമോർഫിക് ആണ്. അപ്പോൾ സെറ്റ് 4 എന്താണ്? സെറ്റ് ഫോർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ല, അതിൽ സീറോ ഡിവൈസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ ബി അതൊരു റിസൾട്ടായിട്ട് പഠിക്കാനുള്ളതാണ്. പ്രൂഫുണ്ട്, വലിയ പ്രൂഫാണ്. ഒരു ഫൈനൈറ്റ് കമ്മ്യൂട്ടേറ്റർ റിംഗ് വിത്ത് യൂണിറ്റിയിൽ എല്ലാ മാക്സിമൽ ഐഡിയൽസും പ്രൈം ഐഡിയൽ ആയിരിക്കും. ഇവിടെയുണ്ട് ഫൈനൈറ്റ് കമ്മ്യൂട്ടേറ്റർ റിംഗ് വിത്ത് യൂണിറ്റിയിൽ എവറി മാക്സിമൽ ഐഡിയൽ ഈസ് എ പ്രൈം ഐഡിയൽ. ഓക്കെ, ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ സി, ഐഡിയൽ ജനറേറ്റഡ് ബൈ 2 + 2i ഈസ് നോട്ട് എ പ്രൈം ഐഡിയൽ ഓഫ് സെഡ് ഓഫ് ഐ. അപ്പോൾ പ്രൈം ഐഡിയലിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്താ വേണ്ടത്? അതായത് എ ബി എന്ന് പറയുന്ന ആള് നമ്മുടെ ഐഡിയൽ ഉണ്ടെങ്കിൽ എന്ത് വേണം? പ്രൈം ഐഡിയൽ ആവണമെങ്കിൽ ഒന്നെങ്കിൽ എ ബിലോങ് ടു ഐ ഓർ ബി ബിലോങ് ടു ഐ ആണ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും വേണം ഐയിൽ. അപ്പോൾ നമ്മൾ ഈ 2 + 2iനെ അത് അവിടുത്തെ എലമെൻ്റ് ആണ്. ഐഡിയൽ ജനറേറ്റഡ് ബൈ 2 + iയിലെ ഒരു എലമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ 2 + 2iനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 × 1 + i. ബട്ട് 2 ഡസ് നോട്ട് ബിലോങ് ടു ഐ ആൻഡ് 1 + i എന്ന് പറയുന്നതും നമ്മുടെ ഈ ഐഡിയലിൽ ഇല്ല. സോ ഈ ഐഡിയൽ എന്ന് പറയുന്നത് പ്രൈം ഐഡിയൽ ആവില്ല. അപ്പോൾ ഇതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെറ്റ് 5 ഓഫ് ഐ നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ല എന്നാണ്. അപ്പോൾ അതിനകത്ത് എന്ത് വേണം? സീറോ ഡിവൈസർ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ 2 എലമെൻറ്റ്സിനെ ചൂസ് ചെയ്യാണ്. ഇപ്പോൾ സെറ്റ് 5 ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് 5 ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ പ്ലസ് ഐ ബി such that A and B belong to set 5 അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ 3 + i × 2 + i എന്ന് പറയുന്നത് ഇതിലെ ഒരു എലമെൻറ്റ്, 2 എലമെൻറ്റ്സ് ആണ്, നോൺ സീറോ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിനെ പ്രോഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ 6 + 3i + 2i + i² ദാറ്റ് ഈസ് ഈക്വൽ ടു i² എന്ന് പറയുന്നത് -1. അപ്പോൾ 6 - 1 എന്ന് പറയുന്നത് 5 വരും. 5 + 5i. സെറ്റ് 5ൽ 5 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്കിത് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ അതിനകത്ത് സീറോ ഡിവൈസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളോട് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമ്മൾ റിയൽ അനാലിസിസിലെ സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ ആൻഡ് തോമൈസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻസ്. അപ്പോൾ ആ ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, റീമാൻ ഇന്റഗ്രബിലിറ്റി, ലെബേക്ക് ഇന്റഗ്രബിൾ ആണോ എന്നുള്ളത്, ബൗണ്ടഡ് വേരിയേഷൻ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ ആൻഡ് തോമൈസ് ഫംഗ്ഷൻ ഇങ്ങനെയുള്ള 2 ഫംഗ്ഷൻസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Dirichlet function. The Dirichlet function f of x is defined as f of x is equal to 1 if x is rational, 0 if x is irrational. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന്റെ പേര് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഈ ഫംഗ്ഷന്റെ പേരാണ് Dirichlet function എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ റാഷണൽ നമ്പർ വരുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ 1ഉം ഇറാഷണൽ വരുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ 0ഉം ആയിരിക്കും. അപ്പോൾ നമ്മൾ എൻ്റെ റാഷണൽ നമ്പർ എടുക്കുകയെന്ന് കരുതുക. സപ്പോസ് 2 റാഷണൽ നമ്പർ നമ്മൾ എടുക്കുകയാണ്. എ ആൻഡ് ബി എന്ന് പറയുന്ന റാഷണൽ നമ്പർ നമ്മൾ എടുത്തു. നമുക്കറിയാം ഏത് 2 റാഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ റാഷണൽ നമ്പറിനിടയിൽ എന്തുണ്ടായിരിക്കും? ഇറാഷണൽ നമ്പർ ഉണ്ടായിരിക്കും അല്ലെ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റാഷണൽ നമ്പറിലെ ഫംഗ്ഷന്റെ വാല്യൂ 1. സപ്പോസ് ഇതാണ് 1 എന്ന് കരുതുക. റാഷണലിലെ ഫംഗ്ഷന്റെ വാല്യൂ 1. അപ്പോൾ ഇവിടെ വരും നമ്മുടെ ഈ പോയിന്റ്, പിന്നെ ഇവിടെയും ആ പോയിന്റ് വരും. ഇതിനകത്ത് എന്താ വരിക? 0 വരും അല്ലെ? ഇറാഷണലിൽ നമുക്ക് 0 വരും.
അപ്പൊ അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ്, ജസ്റ്റ് നമ്മുടെ ഡിറിച്ലെറ്റ് ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഡിറിച്ലെറ്റ് ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if x is rational, okay, and 0 if x is irrational. അപ്പൊ ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുള്ളത് ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ബൗണ്ടഡ് ഓൺ ആർ, ആറില് ബൗണ്ടഡ് ആണെന്ന്. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം എങ്ങനെയാ, അതിന്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആണോ എന്ന് നോക്കുക അല്ലെ. അപ്പൊ ഇതിന്റെ ഇമേജ് സെറ്റ്, റേഞ്ച് സെറ്റിൽ വരുന്നത് ആര് മാത്ര, 0യും 1ഉം അല്ലേ. അതായത് ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അത് റാഷണൽ ആണെങ്കിൽ 1ഉം ഇറാഷണൽ ആണെങ്കിൽ 0യും, ഈ രണ്ട് വാല്യൂസ് ആണ് അതിന്റെ റേഞ്ച് സെറ്റിലുള്ളത്. അപ്പൊ ആ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കും എന്ന് പറയാം. ഇനി കണ്ടിന്യൂറ്റിയുടെ കേസാണ് പറയുന്നത്. നമ്മള് ഗ്രാഫ് വരച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി, ഇങ്ങനെ നമ്മൾ ഗ്രാഫ് ഇപ്പൊ നേരത്തെ 2 പോയിന്റ് എടുത്തു, എയും ബി എന്ന് പറയുന്ന 2 പോയിന്റ്, 2 റാഷണൽ നമ്പർ എടുക്കുകയാണെങ്കിൽ റാഷണൽ നമ്പറിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താ, 1ഉം വരും, അതിനിടയിലുള്ള ഇറാഷണൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ, 0യും വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ എടുക്കുകയാണെങ്കിൽ ആ റിയൽ നമ്പറിന്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഒക്കെ നോക്കും നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട്. അത് ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറയാനൊക്കെ പറ്റും അല്ലെ. അപ്പൊ ഇവിടുത്തെ കേസിനകത്ത് ഇപ്പൊ ഈ ഗ്രാഫ് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഡിറിച്ലെറ്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഒരു റിയൽ നമ്പറിലും ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി അടുത്തത് എഫ് ഓഫ് എക്സ് ഇസ് നോവേർ ഡിഫറൻഷ്യബിൾ. നമുക്കറിയാം ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ആണ് അല്ലെ. അപ്പൊ കണ്ടിന്യൂസ് അല്ലെങ്കിലോ അത് ഡിഫറൻഷ്യബിൾ ആകില്ല. അപ്പൊ ഒരു പോയിന്റിലും എന്താണ്, ഡിഫറൻഷ്യബിളും ആകില്ല. ഇനി അടുത്തത് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് റീമാൻ ഇന്റഗ്രബിൾ ഓൺ എനി ഇന്റർവെൽ ഓഫ് ആർ. നമ്മൾ പറയാം അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ലെബേക്ക് ഇന്റഗ്രബിൾ ഓൺ ആർ ആൻഡ് ഇറ്റ്സ് ഇന്റഗ്രൽ വാല്യൂ ഇസ് 0. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if x is rational, 0 if rational. അതിന്റെ കേസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ എനി ഇന്റർവെൽ. അപ്പോ ഈ റീമാൻ ഇന്റഗ്രബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു, അതിനുള്ള ഒരു റീസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം റീമാൻ ഇന്റഗ്രബിൾ അല്ല എന്ന് പറയണേക്കാളും മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെറ്റ് f from closed interval ab to r and p from p is equal to set x0, x1, x2, etc. xn be a partition of closed interval ab. We define LPF is equal to sigma k is equal to 1 to n small mk into xk minus 1, where mk is equal to infimum of f of x such that xk minus 1 less than or equal to x less than or equal to xk. അതുപോലെ തന്നെ UPF നമ്മൾ ഡിഫൈൻ ചെയ്യും. That is equal to sigma k is equal to 1 to n capital MK xk minus 1, where capital MK is equal to supremum f of x such that xk minus 1 which is less than or equal to x which is less than or equal to xk. Okay, ഇവിടെ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ എം കെയും സ്മോൾ എം കെയും മാറിപ്പോരുത്. ക്യാപിറ്റൽ എം കെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ ഇൻഫിമം ആണ്. സ്മോൾ എം കെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ ഇൻഫിമവും ക്യാപിറ്റൽ എം കെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ സുപ്രീമമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ പാർട്ടീഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് x0, x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തു, LPF UPF ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ ആണോ എന്നുള്ള കേസാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഡിറിച്ലെറ്റ് ഫംഗ്ഷന്റെ കേസിനകത്ത് ഈ സ്മോൾ എം കെ എന്താന്ന് പറയുന്നത്. ഇപ്പൊ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ നമുക്കറിയായിരുന്നു എഫ് ഓഫ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if x rational, കംപ്ലീറ്റ് എഴുതുന്നില്ല, 0 if x irrational അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇവിടെ ഫംഗ്ഷന് 2 വാല്യൂസേ ഉള്ളൂ, 0യും 1ഉം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ എന്താണ്, ഇപ്പൊ നമ്മൾ ആ പാർട്ടീഷനിൽ ഇപ്പൊ m1 എന്ന് പറയുന്നത്
എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന കേസിനകത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ അങ്ങനെ വരണ കേസിനകത്ത് അത് അപ്പൊ ഇന്റർവെൽ ആകുമ്പോ എന്തുണ്ട്, റാഷണലും ഉണ്ട് ഇറാഷണലും ഉണ്ട്. റാഷണൽ ഫംഗ്ഷന്റെ വാല്യൂ 1ഉം ഇറാഷണൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ 0യും ആയിരിക്കും. അപ്പൊ ഈ 1 0 എന്ന് പറയുന്ന ആളുകളാണ് നമുക്ക് ഈ സെറ്റിനകത്ത് വരുന്നുള്ളൂ അല്ലെ. അപ്പൊ ആ 1 0 എന്ന് പറയുന്ന ആളുകളുടെ ഇൻഫിമം എന്ന് പറയുന്നത് എന്താണ് വരിക, 0 തന്നെയല്ലേ വരിക. അപ്പൊ അതുകൊണ്ട് ഡിറിച്ലെറ്റ് ഫംഗ്ഷന്റെ കേസിനകത്ത് എം കെ എന്ന് പറയുന്നത് സ്മോൾ എം കെ എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ എം കെ എന്തായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് കെ ഇപ്പോ M1 എടുക്കുകയാണെങ്കിലോ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ x0നും x1നും ഇടയിൽ വരുന്ന എക്സുകളില് എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സുപ്രീമം കണ്ടുപിടിക്കുക. അപ്പൊ ഏത് ആയിക്കോട്ടെ നമുക്ക് എഫ് ഓഫ് എക്സിന് 2 വാല്യൂസേ ഉള്ളൂ. അപ്പൊ റാഷണൽ വന്നു കഴിഞ്ഞാൽ 1, ഇറാഷണൽ വന്നു കഴിഞ്ഞാൽ 0. അപ്പൊ ആ സെറ്റിന്റെ സുപ്രീമം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, 1 ആയിരിക്കും നമുക്ക് വരിക. സോ ക്യാപിറ്റൽ എം കെ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി നമുക്ക് എന്താ, ഇപ്പൊ എം കെയും സ്മോൾ എം കെയും ക്യാപിറ്റൽ എം കെയും നമുക്ക് കിട്ടി. ഇനി എൽ പി എഫ് നമുക്ക് കണ്ടുപിടിക്കാം. എൽ പി എഫ് ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n. എം കെ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് 0 ഞാൻ ഇവിടെ കൊടുത്തു, ഇൻറ്റു എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1. അപ്പൊ എന്തായത് വരിക, എൽ പി എഫ് ഇസ് ഓൾവേസ് ഈക്വൽ ടു 0 ആയിരിക്കും വരിക. ഇനി അടുത്തത് യു പി എഫ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. യു പി എഫ് ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n. എം കെ എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ ആ 1 അവിടെ കൊടുത്തു. എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1 ഉണ്ട് കേട്ടോ അവിടെ. എക്സ് കെ മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ ഇത് എങ്ങനെയാ വരിക, ഇപ്പൊ ഇതെന്ന് പറയുന്നത് ശരിക്കും എന്തായി, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടുന്നത് എക്സ് കെ മൈനസ് സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n എക്സ് കെ മൈനസ് 1. അപ്പൊ എക്സ് കെക്ക് 1 കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക, x1 മൈനസ് എക്സ് നോട്ട്. അടുത്തത് 2 കൊടുക്കുകയാണെങ്കിൽ പ്ലസ് x2 മൈനസ് x1. 3 കൊടുക്കുമ്പോൾ x3 മൈനസ് x2 പ്ലസ് എക്സെട്ര. ഇവിടെ വരുന്നത് n-1 കൊടുക്കുമ്പോൾ xn മൈനസ് xn-1 പ്ലസ് xn മൈനസ് ഇവിടെ വരുന്ന ഒന്ന് മിസ്റ്റേക്ക് പറ്റി. ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം വരുന്നത് xn മൈനസ്, ഇവിടെ n-2 വരും അല്ലേ. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി, xn-1 വരും ഇവിടെ. n-1 കൊടുക്കുമ്പോൾ n-1 n-2 എന്ന് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോ ഇവിടെ നോക്കിക്കേ, ഇവിടെ x1 ഉണ്ട്, ഇവിടെ നെഗറ്റീവ് x1 ഉണ്ട്, ഇവിടെ x2 ഉണ്ട്, ഇവിടെ നെഗറ്റീവ് x2, then x3 ഉണ്ടാവും, നെഗറ്റീവ് x3 ഉണ്ടാവും, അതൊക്കെ ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ xn-2ഉം മൈനസ് xn-2 അത് നമുക്ക് 0 ആയി പോവും. പിന്നെ ഇവിടെ xn-1 ഉണ്ട്, ഇവിടെ നെഗറ്റീവ് xn-1 ഉണ്ട്, അതും ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ ബാലൻസ് ഉള്ളത് ആര് മാത്രം, എക്സ് നോട്ടും അതുപോലെ തന്നെ മൈനസ് എക്സ് നോട്ടും xn ആണ് ഉള്ളത്. അപ്പൊ എന്ത് കിട്ടും നമുക്കിത്, xn മൈനസ് എക്സ് നോട്ട് എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ xn എന്ന് പറയുന്നത്, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് എയും xn എന്ന് പറയുന്നത് ബിയും ആയിരിക്കും. ഓക്കെ, അപ്പൊ യു പി എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, xnന് ബിയും എക്സ് നോട്ടിന് എയും എടുത്തു കഴിയുമ്പോൾ യു പി എഫ് എന്ന് പറയുന്നത് ബി മൈനസ് എ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എൽ പി എഫും യു പി എഫും നമ്മൾ നമുക്ക് കിട്ടി ഡിറിച്ലെറ്റ് ഫംഗ്ഷന്റെ. ഇനി നമുക്ക് ലോവർ റീമാൻ ഇന്റഗ്രൽ, അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഇന്റഗ്രൽ എടുത്തിട്ട് താഴെ ഒരു വരയിടുക, അതാണ് ലോവർ റീമാൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ലോവർ റീമാൻ ഇന്റഗ്രൽ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പോ ഇന്റർവെൽ ആകുമ്പോൾ പല രീതിയിൽ ഒരു ഇന്റർവെല്ലിനെ പാർട്ടീഷൻ ചെയ്യാം. അപ്പൊ ഓരോ പാർട്ടീഷനിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എൽ പി എഫ് കണ്ടുപിടിക്കാൻ പറ്റും. ആ എൽ പി എഫുകളുടെ സുപ്രീമമാണ് എന്ത്, ലോവർ റീമാൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പർ റീമാൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എ ടു ബി എന്നിട്ട് മേലൊരു വര ഇട്ടാൽ മതി, എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയുടെ പല പാർട്ടീഷൻസ് ഉണ്ടാവും, ആ പല പാർട്ടീഷൻസിൽ യു പി എഫുകൾ കണ്ടുപിടിക്കുക. യു പി എഫുകളുടെ ഇൻഫിമം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ അപ്പർ റീമാൻ ഇന്റഗ്രൽ കിട്ടും. അപ്പൊ ഇവിടെ ലോവർ റീമാൻ ഇന്റഗ്രലിന്റെ കേസിനകത്ത് ഇപ്പൊ എൽ പി എഫ്, ഇപ്പൊ ഏതൊരു
പാർട്ടീഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LPF കിട്ടുന്നത് എന്താണ്? 0 ആണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മളൊരു ആർബിട്രറി പാർട്ടീഷൻ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഒരു ജനറലി ഒരു പാർട്ടീഷൻ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഏതൊരു പാർട്ടീഷൻ ആയാലും നമുക്ക് LPF എന്ന് പറയുന്നത് 0 കിട്ടുന്നത്. അപ്പൊ സീറോസിന്റെ സുപ്രീം എന്താ വരിക? 0 ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലോവർ റീമാൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇന്റഗ്രൽ a to ലോവർ റീമാൻ ഇന്റഗ്രൽ a to b f of x dx എന്ന് പറയുന്നത് എന്ത് കിട്ടി? 0 നമുക്ക് കിട്ടി. ഇനി അതുപോലെ തന്നെ അപ്പർ റീമാൻ ഇന്റഗ്രൽ നമ്മൾ കണ്ടുപിടിക്കുക. ഇൻഫിമം ഓഫ് എന്താ UPF ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഏതൊരു പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? b മൈനസ് എ ആണ് UPF നമുക്ക് കിട്ടുക. അപ്പൊ സോ നമുക്ക് എന്ത് വരും? b മൈനസ് എ ആയിട്ട് ഇൻഫിമം എന്ന് പറയുന്നത് b മൈനസ് എ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്താ വന്നിരിക്കുന്നത്? ഇന്റഗ്രൽ a to b ലോവർ അപ്പർ റീമാൻ ഇന്റഗ്രൽ a to b f of x dx is equal to നമുക്ക് എന്ത് കിട്ടും? b മൈനസ് എ ആണ് കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ AB ആയിരുന്നു. ഇപ്പൊ സപ്പോസ് നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ, ഇപ്പൊ f എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 0 1 ൽ നിന്ന് r ലേക്ക് ഉള്ളതാണെങ്കിലോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? UPF എന്ന് പറയുന്നത് നമുക്ക് b മൈനസ് എ അല്ലേ? അപ്പൊ 1 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും അല്ലെ? അപ്പൊ അതിന്റെ അപ്പർ ഇന്റഗ്രൽ എന്താ കിട്ടുക? അപ്പർ റീമാൻ ഇന്റഗ്രൽ, അതായത് 0 to 1. അപ്പർ റീമാൻ ഇന്റഗ്രൽ ഈക്വൽ ടു 1 ആ നമുക്ക് കിട്ടുക. മറ്റൊടുത്ത് 0 തന്നെ, അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം അപ്പർ റീമാൻ ഇന്റഗ്രലും ലോവർ റീമാൻ ഇന്റഗ്രലും ഈക്വൽ ആണെങ്കിലാണ് നമ്മൾ റീമാൻ ഇന്റഗ്രബിൾ ആണെന്ന് പറയുള്ളൂ. അപ്പൊ ഇവിടെ അതായത് അപ്പർ റീമാൻ ഇന്റഗ്രൽ f of x dx ഈക്വൽ ടു ലോവർ റീമാൻ ഇന്റഗ്രൽ f of x dx ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇന്റഗ്രൽ a to b f of x dx എന്ന് എഴുതും. അതായത് ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുള്ളൂ? റീമാൻ ഇന്റഗ്രബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. f റീമാൻ ഇന്റഗ്രബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്തല്ല? ഈക്വൽ അല്ല. സോ നമുക്ക് എന്ത് പറയാം? അത് റീമാൻ ഇന്റഗ്രബിൾ അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഡിറിച്ലെറ്റ് ഫംഗ്ഷന്റെ ലെബേക്ക് ഇന്റഗ്രൽ എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫോർ x is belong to closed interval 0 1 define f of x is equal to 1 if x is rational, 0 x is irrational. Find the Lebesgue integral. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ലെബേക്ക് ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. സപ്പോസ് f of x is equal to ai where x is belong to a1 and a1 x is belong to a1 and a2 x is belonging to a2 and a1 intersection a2 equal to empty, a1 union a2 equal to closed interval ab. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെബേക്ക് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത് ലെബേക്ക് ഇന്റഗ്രൽ ഓഫ് f of x dx is equal to a1 into measure of a1 plus a2 into measure of a2. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, കുറച്ച് കൺസെപ്റ്റുകൾ അഡീഷണൽ കയറി വരുന്നുണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല. ആ റിസൾട്ട് ആയിട്ടൊന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഈ കേസിനകത്ത്, ഈ പ്രോബ്ലത്തിനകത്ത് ഇവിടെ x എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0 1 ബിലോങ് ചെയ്യുന്നത്. ആ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 റാഷണൽ നമ്പേഴ്സ് ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1ഉം ക്ലോസ്ഡ് ഇന്റർവൽ 0 1 ഇറാഷണൽ നമ്പർ ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ a1 ഉം a2 ആയിട്ട് എന്തെടുക്കുകയാണ്? a1 is equal to closed interval 0 1 intersection q, അതായത് എന്താ സെറ്റ് ഓഫ് റാഷണൽസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 എടുത്തു. ഇനി a2 എന്ന് പറയുന്നത് ഇറാഷണൽസ് ആണ്. അപ്പൊ ആ റാഷണൽസിനെ കളഞ്ഞിട്ടുള്ള സെറ്റിനെ നമ്മൾ a2 എന്ന് എടുത്തു. 0 1 such that q. അപ്പൊ നമുക്കറിയാം റാഷണൽസിന്റെ മെഷർ എന്ന് പറയുന്നത് 0യും ഇറാഷണൽസിന്റെ എന്ന് പറയുന്നത് ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 ഇറാഷണൽ, അതായത് ഈ ഇതിന്റെ എന്തെടുത്താൽ മതി നമുക്ക്? ഇന്റർവെല്ലിന്റെ ലെങ്ത് അല്ലെ? അപ്പൊ അത് 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിനകത്ത് നമുക്ക് വ്യൂ ഓഫ് a1, അതായത് മെഷർ ഓഫ് a1 എന്ന് പറയുന്നത് 0യും മെഷർ ഓഫ് a2 എന്ന് പറയുന്നത് 1ഉം ആണ് അല്ലെ? അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ a1 എന്ന് പറയുന്നത് 1ഉം a2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇതിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത്
a1 എന്ന് പറയുന്നത് 1 ആണ്. 1 into mu1. mu1 0 ആണ്. 0 plus a2 എന്ന് പറയുന്നത് 0. 0 into mu of a2. mu of a2 എന്ന് പറയുന്നത് എന്താ? അത് 1 ആണ്. That is equal to നമുക്ക് 0 കിട്ടുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷന്റെ ലെബേക്ക് മെഷർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 0 നമുക്ക് കിട്ടുക. അതാണ് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞിട്ടുള്ളത്, പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ബൗണ്ടഡ് വേരിയേഷന്റെ കേസാണ്. ബൗണ്ടഡ് വേരിയേഷന് കുറച്ചധികം പ്രൂഫ് ഉണ്ട്, അത് നമുക്ക് വേണ്ട. അപ്പോൾ മനസ്സിലാക്കുക, ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബൗണ്ടഡ് വേരിയേഷൻ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ പറ്റും തിരിച്ചു തരുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈസ് റാഷണൽ, ഇങ്ങനെ തരാറുണ്ട്. ഓക്കെ. പിന്നെ 1 ഇഫ് എക്സ് ഈസ് ഇറാഷണൽ, ഇങ്ങനത്തെ കേസും തരാറുണ്ട്. അപ്പൊ ഇവിടുത്തെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആയിരിക്കും. പിന്നെ എന്താ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിളും ആയിരിക്കില്ല. പിന്നെ ഇതിലും നമുക്ക് ആ റേമാൻ ഇന്റഗ്രലിലെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, റേമാൻ ഇന്റഗ്രബിളും ആവില്ല. പിന്നെ ഈ ലെബേക്ക് ഇന്റഗ്രബിളിന്റെ കേസിലാണ് ഇതിനകത്തൊരു മാറ്റം വരുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി, ഈ ഫംഗ്ഷനിൽ നമുക്ക് ഇന്റഗ്രൽ ലെബേക്ക് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടുത്തെ കേസിനകത്ത് a1 എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? അപ്പൊ 0 into measure of a1 plus 1 into measure of a2 എന്ന് വരും. അപ്പൊ ഇവിടെ 0 measure of a1 എന്ന് പറയുന്നത് എന്താ വരിക? measure of a1 എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് measure of a2 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും. അപ്പൊ ഫംഗ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ, അതായത് എക്സ് റാഷണൽ ആവുമ്പോൾ എക്സ് ഇറാഷണൽ ആവുമ്പോൾ ലെബേക്ക് ഇന്റഗ്രലിന്റെ കേസിന് മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രേ പഠിക്കേണ്ടതുള്ളൂ. ഇപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻസ് ആരാണ് കമ്പയർ ചെയ്ത് പഠിക്കുക. ഒരെണ്ണം അത് ബൗണ്ടഡ് ആണ്, രണ്ടാമത്തത് ഡിഫറൻഷ്യബിൾ അല്ല, കണ്ടിന്യൂസ് അല്ല, പിന്നെ രണ്ടും റീമാൻ ഇന്റഗ്രബിൾ അല്ല, പക്ഷെ ലെബേക്ക് ഇന്റഗ്രബിൾ ആണ്. ഈ ഫംഗ്ഷൻ ആണെങ്കിൽ ലെബേക്ക് ഇന്റഗ്രബിൾ എന്ന് പറയുന്നത് 0യും, ഇതാണെങ്കിൽ ലെബേക്ക് ഇന്റഗ്രബിൾ എന്ന് പറയുന്നത് 1ഉം ആയിരിക്കും. പിന്നെ ബൗണ്ടഡ് വേരിയേഷൻ അല്ല. ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ കേസിനകത്തൊന്നും ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. For x belong to closed interval 0, 1, define f of x is equal to 0, x is rational, 1, x is irrational. അപ്പൊ ശ്രദ്ധിക്കണം, നമുക്ക് തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് അല്ലെ? 0 മറ്റേത് നമ്മൾ റാഷണൽ ആവുമ്പോൾ 1 റാഷണൽ ആവുമ്പോഴും ഇറാഷണൽ ആവുമ്പോൾ 0, ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നീട് ഈ കേസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ എന്താ, ഈ ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ അല്ല അല്ലെ? ഇന്റഗ്രബിൾ ആണെങ്കിലാണ് ഈ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ലെബേക്ക് ഇന്റഗ്രബിൾ ആണ്, ഇത് എക്സിസ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ്, അതുപോലെ തന്നെ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഇനി അടുത്തത്, ഇപ്പൊ ഇവിടെ ഫംഗ്ഷൻ ലെബേക്ക് ഇന്റഗ്രബിൾ ആൻഡ് ഇന്റഗ്രൽ 0 to 1 f of x dx എക്സിസ്റ്റ് ആൻഡ് ഈക്വൽ ടു 1. അപ്പോ ഇവിടെ ഫംഗ്ഷൻ ശ്രദ്ധിക്കണം, ഇവിടെ 0 x റാഷണൽ ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും വരിക? ഇത് ട്രൂ ആയിരിക്കും അല്ലെ? ഓപ്ഷൻ സി ആയിരിക്കും ട്രൂ. തിരിച്ചായിരുന്നെങ്കിലോ ഈ ഓപ്ഷൻ ഡി ആയിരുന്നേനെ ട്രൂ ആയിട്ട് വരിക. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ, define the function f of x is equal to 0 if x is rational, irrational, and 1 if x is rational. Then the lower Riemann integral of f, namely integral lower Riemann integral of f of x dx is equal to. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ജസ്റ്റ് നമ്മൾ ആദ്യം 1 എഴുതി പിന്നെ റാഷണൽ എഴുതി, അങ്ങനെയായിരുന്നു അല്ലെ? ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മറിച്ചും തിരിച്ച് എഴുതിയെന്നുള്ളൂ. അപ്പോൾ 0 x ഇറാഷണൽ ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0യും 1 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ റാഷണൽ ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1ഉം ആണ്. ഇപ്പൊ ലോവർ റീമാൻ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചു. ലോവർ റീമാൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് കിട്ടിയിരുന്നു? 0 ആണ് നമുക്ക് കിട്ടിയിരുന്നു. സോ ആൻസർ എന്താണ്? 0 ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ബൗണ്ടഡ് വേരിയേഷന്റെ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇഫ് ദ ഫംഗ്ഷൻ f of x is defined by rule f of x is equal to 0 if x is irrational,
1 if x is rational. അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബൗണ്ടഡ് വേരിയേഷൻ ഓൺ സെറ്റ് ഓഫ് റാഷണൽ പോയിന്റ്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 തന്നിട്ടുണ്ട്. ഇറാഷണൽ പോയിന്റ്സിൽ ബൗണ്ടഡ് വേരിയേഷൻ ആണ് തന്നിട്ടുണ്ട്. ബൗണ്ടഡ് വേരിയേഷൻ ഓൺ എനി ഇന്റർവൽ ആണ് തന്നിട്ടുണ്ട്. ബൗണ്ടഡ് വേരിയേഷൻ നോട്ട് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ എനി ഇന്റർവൽ. ഏതാ റൈറ്റ് വരിക? നമ്മൾ ആ പ്രോപ്പർട്ടീസ് അത്രയും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെക്ഷൻ നമുക്ക് വളരെയധികം സിമ്പിൾ ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ എനി ഇന്റർവൽ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തതാണ് തോമൈസ് ഫംഗ്ഷൻ. Thomas function is a real valued function that can be defined as f of x is equal to 1 by q if x is equal to p by q. X is rational with p belong to q and p belong to z and q belong to n coprimes. 0 if x is rational. Okay, ഇപ്പൊ ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് എക്സ് റാഷണൽ ആവുന്ന കേസിനകത്തും എക്സ് ഇറാഷണൽ ആവുന്ന കേസിനകത്തും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോ എക്സ് റാഷണൽ ആവുന്ന കേസിനകത്ത് നമ്മൾ റാഷണൽ നമ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ പി എന്ന് പറയുന്നത് സെഡിലെ എലമെന്റ് ആയിരിക്കണം, ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ബിലോങ്ങിങ് ടു എൻ ആയിരിക്കണം. കൂടാതെ അവർ രണ്ടുപേരും കോപ്രൈംസ് ആയിരിക്കണം. കോപ്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സി ഡി 1 ആയിരിക്കണം. ജി സി ഡി ഓഫ് പി ആൻഡ് ക്യൂ is equal to 1 ആയിരിക്കണം. ഇപ്പൊ സപ്പോസ് ഞാൻ 3/2 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറെ ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ പിയും ക്യൂവും കുഴപ്പമൊന്നുമില്ല, ജി സി ഡി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഈ എക്സ് is equal to 3/2 ആവുന്ന കേസിനകത്ത് ഫംഗ്ഷന്റെ വാല്യൂ 1/2 ആയിരിക്കും വരിക. ദെൻ 0 വേറെ ഏതെങ്കിലും റാഷണൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 5/2 എടുക്കുകയാണെങ്കിലോ ഫംഗ്ഷന്റെ വാല്യൂ 1/2 വരും. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് തോമൈസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോ ഈ ഫംഗ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ആ ഫംഗ്ഷന്റെ പേര് അറിയില്ലായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി, ഇതിനെ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റിനെ കണ്ടിട്ടുള്ളൂ, എന്നാലും പഠിച്ചു വെക്കുക, പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. Properties of Thomas function. Thomas function f of x is bounded and maps all real numbers to the unit interval. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ 1/q ഉം അതുപോലെ തന്നെ 1/q 0 ആണ് നമുക്ക് വരുന്നത് അല്ലെ. ഇവിടെ f of x is equal to 1/q if x is equal to p/q എന്ന് പറയുന്നത്, പിന്നെ ആ റാഷണലിന്റെ കണ്ടീഷൻ എഴുതുന്നില്ല, ആൻഡ് 0 എക്സ് ഈസ് ഇറാഷണൽ എന്ന് എഴുതാൻ അല്ലെങ്കിൽ അതർവൈസ് നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 1/q ആണ് അല്ലെ, 1നെ q വെച്ചിട്ട് ഡിവൈഡ് ചെയ്തേക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ റേഞ്ച് ബിലോങ് ചെയ്യുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും ബിലോങ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കാ, റിയൽ നമ്പറിൽ നിന്ന് എവിടേക്കാ മാപ്പ് ചെയ്യുന്നത്, ക്ലോസ്ഡ് ഇന്റർവൽ 0 1ലേക്ക് മാപ്പ് ചെയ്യും. ഇത് ബൗണ്ടഡ് അല്ലേ, സോ നമുക്ക് എന്ത് പറയാം, റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആയതുകൊണ്ട് ഈ എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആണെന്ന് പറയാം. ഇനി ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൾ റാഷണൽ നമ്പേഴ്സ്, എല്ലാ റാഷണൽ നമ്പേഴ്സിലും അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അത് നമുക്ക് പ്രൂഫ് ഉണ്ട്, പ്രൂഫ് ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ പഠിക്കുക. എല്ലാ റാഷണൽ നമ്പേഴ്സിലും ഡിസ്കണ്ടിന്യൂസും ഇറാഷണൽസിലെല്ലാം തന്നെ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആയിരിക്കും. നമ്മൾ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് എഫ് ഓഫ് എക്സ് ഇസ് നോവെയർ ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എഫ് ഓഫ് എക്സ് ഇസ് റീമാൻ ഇന്റഗ്രബിൾ ഓൺ എനി ഇന്റർവൽ ആൻഡ് ദ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു 0. അതായത് റീമാൻ ഇന്റഗ്രബിൾ ആണ്. തോമൈസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീമാൻ ഇന്റഗ്രബിൾ ആണ്. പിന്നെ അതിന്റെ ഇന്റഗ്രലിന്റെ വാല്യൂ, അതായത് റീമാൻ ഇന്റഗ്രബിൾ ആണെങ്കിൽ അപ്പർ റീമാൻ ഇന്റഗ്രലും ലോവർ റീമാൻ ഇന്റഗ്രലും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചാൽ മതി, കൂടുതൽ പ്രൂഫിലേക്ക് നമുക്ക് കിടക്കണ്ട. റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ആണ്, കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Define f from open interval 0 1 to r by the rule f of x is equal to 1/k if x is equal to m/k, where m and k are integers and have no common factor. Common factor ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന്റെ GCD എന്ന് പറയുന്നത് 1 ആണെന്നല്ലേ മീനിങ്. 0 if x is irrational. Then which among the following is true? F is continuous at all rational points and irrational. Rational pointsലും irrational pointsലും continuous ആണെന്നുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു തോമൈസ് ഫംഗ്ഷൻ ഇറാഷണൽസിൽ മാത്രമാണ് കണ്ടിന്യൂസ്, റാഷണൽസിൽ കണ്ടിന്യൂസ് ആകില്ല എന്നുള്ളത്. അപ്പോ ഈ ഓപ്ഷൻ തെറ്റാണ് അല്ലെ, ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൾ റാഷണൽസ് ആൻഡ് ഇറാഷണൽസ്, റാഷണൽസിലും ഇറാഷണൽസിലും ഡിസ്കണ്ടിന്യൂസ് ആണ്, അതും തെറ്റാണ്. എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ റാഷണൽസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൾ ഇറാഷണൽസ് അറ്റ് ഇറാഷണൽസിൽ 0 ആണ്. അതായത് റാഷണൽസിൽ കണ്ടിന്യൂസും ഇറാഷണൽസിൽ ഡിസ്കണ്ടിന്യൂസും, അതും തെറ്റാണ് അല്ലെ.
ഡിസ്കണ്ടിന്യൂസ് ഓൾ റാഷണൽസ് ആൻഡ് കണ്ടിന്യൂസ് ഓൾ റാഷണൽസ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബ്ലംസ്. 2 പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത് അത് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ അത് കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് നോക്കുക. നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ്. നെക്സ്റ്റ് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഇതുപോലത്തെ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസറും കമന്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.